മോദിജി പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ മത്സ്യബന്ധനം, ക്ഷീരകർഷകർ, നമ്മുടെ കർഷകർ, ഇവരുടെ ഒന്നും താല്പര്യങ്ങളെ നമ്മുടെ രാജ്യം ഹനിക്കില്ല. അവരുടെ താല്പര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുമെന്നുള്ളത് അത് അറിയാമല്ലോ ആർക്കുള്ളതാണ്. ട്രംപിനുള്ള മറുപടിയാണ്. ഉറപ്പല്ലേ. പാകിസ്ഥാനുള്ളതാണ് മറ്റേ ഈ സുദർശൻ ചക്രയും ബാക്കിയുള്ള കാര്യങ്ങളും. അതുപോലെ തന്നെ പിന്നെ സിന്ധു നദീജല കരാർ അതും പാകിസ്ഥാനുള്ളതാണ്. അതായത് സ്റ്റേൺ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല, നടക്കില്ല. കുറെ നമ്മുടെ വെള്ളവും ഒന്നിച്ചൊഴുകില്ല, ഒരിക്കലും ഒഴുകില്ല. അതിനി ഒഴുക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴുകണമെന്നുണ്ടെങ്കിൽ രക്തം ഒഴുകുന്ന നിൽക്കണം. സംഗതി ഇതിൻ്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇപ്പോഴും ഈ ഒരു ഇതിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല. പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ ആ ഒരു മനോഭാവവും കഴിഞ്ഞ ദിവസം അറിയാലോ, അസിം മുനീർ പോയിട്ട് ഇവിടെ ടാമ്പ ഫ്ലോറിഡയിൽ പോയിട്ട് ഒരു പ്രൈവറ്റ് പാർട്ടിയിൽ പോയിട്ട് സംസാരിച്ച് ന്യൂക്ലിയർ ഭീഷണിയൊക്കെ മുഴക്കി. അത് പ്രൈവറ്റ് പാർട്ടി ആയതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ ഒന്നും പുറത്തേക്ക് വരാത്ത. അവിടെ നമ്മുടെ ആൾക്കാരുണ്ടായിരുന്നു. എനിക്കൊന്ന് പ്രവീൺ സ്വാമിയെ മറ്റാണ് അതിൻ്റെ ആദ്യത്തെ ലേഖനം എഴുതുന്ന മറ്റാണ് തോന്നുന്നത്. അത് പിന്നെ വൈറലാവുകയൊക്കെ ചെയ്തു. TG പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം അടിച്ചിട്ട്. വെള്ളം അടിച്ചിട്ടല്ല, പക്ഷേ ഉന്മത്താവസ്ഥയിൽ തന്നെ പറഞ്ഞതാണ് അസിം മുനീർ. അസിം മുനീറിൻ്റെ ഉന്മത്താവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BLA അമേരിക്ക ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് പ്രഖ്യാപിച്ചു. അതിൻ്റെ സന്തോഷത്തിലാണ്. മനസ്സിലായില്ലേ? അതിൻ്റെ സന്തോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ അറ്റാക്ക് ചെയ്യാനുള്ള ഫണ്ട് കിട്ടും. അല്ല, അവരെ അറ്റാക്ക് ചെയ്യാനുള്ള അത്ര സിമ്പിൾ അല്ലത്. അമേരിക്ക ബലോചിസ്ഥാനിലേക്ക് ഇത് മൈനിങ്ങിന് കയറാൻ പോകും. മൈനിങ്ങിന് കയറി കഴിയുമ്പോൾ ബലോചിസ്ഥാനിൽ ഇതിനു മുമ്പ് മൈനിങ്ങിന് കയറിയതാരാ? ചൈന. അന്ന് അവർക്ക് എന്താ ചെയ്തത്? ബോംബ് പൊട്ടിച്ചു. ചാവേറായിട്ടും അല്ലാതെയും ബലോച്ചികൾ ചൈനയെ ഓട്ടം വെച്ചു. ഏറ്റവും അവസാനം ചൈന പാകിസ്ഥാനോട് വന്ന് പറഞ്ഞു, നിങ്ങളെ ആർമിയെ കൊണ്ട് പറ്റൂല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രൈവറ്റ് സെക്യൂരിറ്റി ഉണ്ട് ചൈനയിൽ നിന്ന്, ഞങ്ങൾ അത് വരുത്തിക്കോളാം, എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതിയെന്ന്. ഏറ്റവും അവസാനം എന്തായി? ചൈന തോറ്റ് ഒരു രക്ഷയില്ല. അതിനും സമ്മതിച്ചില്ല പാകിസ്ഥാൻ. പാകിസ്ഥാൻ്റെ ആർമിയെ കൊണ്ട് കൂട്ടിയാൽ കൂടിയില്ല. ചൈനക്കാർക്ക് നഷ്ടങ്ങൾ സംഭവിച്ചു. ചൈനക്കാരുടെ ജീവൻ പോയി. ഒത്തിരി ചൈനക്കാരുടെ ജീവനൊക്കെ പോയി. ചൈന ഇട്ട പൈസ വെള്ളത്തിലായി. ബില്യൺസ് ആണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടത്. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താ? അമേരിക്ക അവിടെ പോയി മൈനിങ്ങിനെന്ന് പറഞ്ഞ് പോകും. ബലോച്ചികൾ പടക്കം പൊട്ടിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ടെററിസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ആ പേരിൽ അമേരിക്കൻ ആർമി അവിടെ ഇറങ്ങും പാതുകാപ്പിന്. മൈനേഴ്സിൻ്റെ പാതുകാപ്പിന് അമേരിക്കൻ ആർമി അവിടെ ഇറങ്ങും. അമേരിക്കൻ ആർമി അവിടെ ഇറങ്ങുന്ന സമയത്ത് പാകിസ്ഥാൻ ഇവിടെ ഒരു ഭീകരാക്രമണം നടത്തിയാൽ നമ്മൾ തിരിച്ചടിക്കും. തിരിച്ചടിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താ? അമേരിക്കൻ ആർമി അവിടെ ഓൾറെഡി ഉണ്ട്. മാത്രമല്ല, അത് അങ്ങോട്ട് പോയില്ലെങ്കിൽ പോലും ഈ ഭീകരാക്രമണം ബലോച്ചികൾ നടത്തി കഴിഞ്ഞാൽ ഓൾറെഡി അമേരിക്കയ്ക്ക് പറയാൻ എളുപ്പമുണ്ട്. ഭാരതമാണ് ഇതിന് കോപ്പ് കൂട്ടുന്നതെന്ന് അമേരിക്ക പറയിക്കും മോർ ഓർ ലെസ്. മനസ്സിലായില്ലേ? എന്നിട്ട് ആ പേരും പറഞ്ഞ് ഭാരതത്തെ ആക്രമിക്കാനായിട്ടോ കോർണർ ചെയ്യാനായിട്ടോ അതിനൊക്കെ മുമ്പേ സാങ്ഷൻസ് വരും. അത് വേറെ കാര്യം. ഇന്നിപ്പോൾ അലാസ്കയിൽ മീറ്റിംഗ് നടക്കുന്നുണ്ട്. മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അത് ഫേവറബിൾ അല്ലെന്നുണ്ടെങ്കിൽ ഓരോന്നും തന്നെ വന്നേക്കാം ഇന്ത്യയുടെ മുകളിൽ. കാരണം ട്രംപിൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ട്രംപ് ഇന്നലെ കണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യയെ തൊട്ടപ്പോഴാണ് പുട്ടിന് വേദന എടുത്തത്, പുട്ടിനൊരു ഭീരുവാണ്, പുട്ടിനെ ഞാൻ പേടിപ്പിച്ചു എന്നുള്ള രീതിക്ക് വിടുവായൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേറെ കാര്യം. അതിനെ എങ്ങനെയാണ് നേരിടേണ്ടതെന്നുള്ള എനിക്കറിയാം. ഇന്ത്യയിലുള്ള അമേരിക്കൻ കമ്പനികൾക്ക് 100% താരിഫ് അടിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളൊക്കെ ട്രംപിനുള്ളൂ. അമേരിക്കയ്ക്ക് ഇനിയൊന്നും കയറ്റിവിടണ്ട എന്ന് താൽക്കാലികമായിട്ടെങ്കിലും തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളൊക്കെ ട്രംപിനുള്ളൂ. അത് ട്രംപിനെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് നരേന്ദ്ര ദാമോദർ ദാസ് മോദി ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല.